എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടൻസേഷൻ്റെ വിവിധ ഫോമുകളായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ആദ്യം പറയേണ്ടത് വാട്ടർ മോയ്സ്ചർ, ഇൻവിസിബിൾ ആയിട്ടുള്ള വാട്ടർ മോയ്സ്ചർ കണ്ടൻറ്റ് എവിടെയുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. അതൊരു പർട്ടിക്കുലർ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തുകയും ആ സാച്ചുറേഷൻ ലെവലിൽ നിന്ന് പിന്നീട് വീണ്ടും ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അത് കണ്ടൻസേഷന് വിധേയമാകും. അങ്ങനെ കണ്ടൻസേഷന് വിധേയമായി കഴിഞ്ഞാൽ ഈ നമുക്ക് കാണാൻ പറ്റാത്ത ഈ ഇൻവിസിബിൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ കുറച്ചും കൂടെ വിസിബിൾ ഫോമിലോട്ടേക്ക് മാറുന്നു. അങ്ങനെ വിസിബിൾ ഫോമിലോട്ടേക്ക് മാറിയിട്ട് അത് പല രൂപങ്ങളായി മാറുകയാണ്. അത് ഒന്നെങ്കിൽ ഡ്യൂ ആകാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഫ്രോസ്റ്റ് ആകാം, അല്ലെങ്കിൽ മിസ്റ്റ്, അല്ലെങ്കിൽ ഫോഗായി മാറാം, അല്ലെങ്കിൽ ക്ലൗഡായി മാറാം. ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൻസേഷൻ്റെ വിവിധ ഫോമുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഈ കണ്ടൻസേഷൻ വീണ്ടും തുടർന്നാലോ? അതായത് ആസ് എ റിസൾട്ട് ഓഫ് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ, അതായത് കണ്ടൻസേഷൻ ഇങ്ങനെ കണ്ടൻസേഷൻ ഫോമുകളായി അതിൽ നിന്നില്ല, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഇങ്ങനെ കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പല ഫോമുകളായി മാറുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും കണ്ടൻസേഷൻ കണ്ടിന്യൂസ് ആയി നടക്കുകയാണെങ്കിൽ ദ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വിത്തിൻ ദ ക്ലൗഡ്സ് ഗ്രാജുവലി ഇൻക്രീസസ്. ഈ ക്ലൗഡിനകത്തിരിക്കുന്ന ക്ലൗഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫോം ഓഫ് കണ്ടൻസേഷനാണ് അല്ലേ. അതായത് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസുമായി ചേർന്നിട്ട് കണ്ടൻസേഷൻ, അതിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വാട്ടർ മോളിക്യൂൾസുമായിട്ട് കണ്ടൻസേഷൻ നടക്കുമ്പോൾ അവിടെ അത് എന്താണ്, ഒരു 0.001 സെൻറ്റിമീറ്റർ ഡയാമീറ്ററിൽ ഉള്ള ചെറിയ തുള്ളികളായിട്ട് അത് ഈ പൊടിപടലങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. അതിനെ നമ്മൾ ശരിക്കും വിളിക്കുന്നൊരു പേരുണ്ട്, കണ്ടൻസേഷൻ ന്യൂക്ലി എന്നാണ്. ഈ പൊടിപടലങ്ങളിൽ ഈ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഈ പൊടിപടലങ്ങളുടെ ആ ഒരു പ്രതലത്തെ, ആ ഒരു പ്ലാറ്റ്ഫോമിനെ ശരിക്കും നമ്മൾ കണ്ടൻസേഷൻ ന്യൂക്ലി എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വെറുതെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിവേ ഈ ഇവിടങ്ങളിൽ ഈ പൊടിപടലങ്ങളിൽ അഥവാ കണ്ടൻസേഷൻ ന്യൂക്ലിയിൽ ഈ പറഞ്ഞ 0.001 സെൻറ്റിമീറ്ററിലും താഴെ വലുപ്പത്തിൽ ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്ത വെള്ളത്തുള്ളികൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അതിനെയാണ് നമ്മൾ ക്ലൗഡ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്ലൗഡിനകത്ത് വീണ്ടും ഈ കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടൻസേഷൻ നടക്കുമ്പോൾ അതിൻ്റെ സൈസ്, ഈ ചെറിയ നമ്മൾ പറഞ്ഞില്ലേ 0.001 സെൻറ്റിമീറ്ററിലും താഴെ ഡയാമീറ്ററുള്ള വെള്ളത്തുള്ളികളാണെന്ന്, അതിൻ്റെ വലുപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഗ്രാജുവലി ക്ലൗഡ്സിനകത്തിരിക്കുന്ന ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകളുടെ സൈസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ആസ് ദ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഗ്രോസ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, water droplets will be released from the clouds and may fall on the earth in various forms. എന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഈ ചെറിയ വെള്ളത്തുള്ളികളുടെ ഈ 0.001 സെൻറ്റിമീറ്ററിലും ഡയാമീറ്ററിൽ താഴെ സൈസുള്ള ഈ വെള്ളത്തുള്ളികളുടെ വലുപ്പം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരാളുണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം, ഒരു സംഗതി മേലോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴോട്ടേക്ക് വരാനുള്ള കാരണം എന്താ? ഭൂമിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ബലമുണ്ട്. അതായത് ഭാരമുള്ള വസ്തുക്കളെ പിടിച്ച് അട്രാക്റ്റ് ചെയ്യും, അതായത് താഴോട്ടേക്ക് ആകർഷിക്കാനുള്ള, അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ശേഷി എർത്തിനുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ ക്ലൗഡൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴും ഈ വെള്ളത്തുള്ളിക്ക് അധികം ഭാരമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 0.001 സെൻറ്റിമീറ്ററിലും താഴെ മാത്രമാണ് ഇതിൻ്റെ ഭാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരമില്ലാത്ത വലിയ ഭാരമില്ലാത്ത വസ്തുക്കളായതുകൊണ്ട് തന്നെ താഴോട്ടേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടെ സൈസ് കൂടുകയാണ്. ഈ വെള്ളത്തുള്ളിയുടെ സൈസ് ഇങ്ങനെ കൂടുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്തിൽ നിന്ന് അതിനെ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അത് ക്ലൗഡിൽ നിന്ന് ഭൂമിയിലേക്ക് വേറെ പല ഫോമുകളിലായിട്ട് അത് ഭൂമിയിലോട്ടേക്ക് പതിക്കും. അങ്ങനെ പതിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. അപ്പം മേഘങ്ങളിൽ നിന്ന്, ആ മേഘങ്ങളിലുള്ള ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ അതിൻ്റെ സൈസ് കൂടിയിട്ട്, സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഭൂമിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയിലേക്ക് അതിനെ പിടിച്ച് താഴോട്ടേക്ക് ഇടുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ. നമ്മൾ മലയാളത്തിൽ വർഷണം എന്ന് പറയും. യഥാർത്ഥത്തിൽ ക്ലൗഡിൽ നിന്ന് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് പല ഫോമിൽ ഭൂമിയിലേക്ക് പതിക്കുക അല്ലെങ്കിൽ പെയ്യുക, ഇതിനെ തന്നെ വിളിക്കുന്ന പേരാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന ഒരു പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് മഴയാണ് അല്ലേ. ഈ വെള്ളത്തുള്ളി ചെറിയ ഈ സെൻറ്റിമീറ്ററിലും താഴെയുള്ള വെള്ളത്തുള്ളി എന്ത് ചെയ്യാണ്? മഴയുടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ രൂപത്തിൽ താഴോട്ടേക്ക് ഈ പ്രസിപ്പിറ്റേഷൻ ചെയ്യാറുണ്ട്, താഴേക്ക് പതിക്കാറുണ്ട്.
എന്നാൽ ഈ മഴ മാത്രമല്ല പ്രസിപ്പിറ്റേഷൻ ഫോമുകളായിട്ടുള്ളത്, റെയിൻഫോൾ മാത്രമല്ല, സ്നോഫോളും ഹെയിൽ സ്റ്റോൺസും ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനാണ്. ഈ പറയുന്ന മഴയ്ക്ക് പുറമെ സ്നോഫോളും ഹെയിൽ സ്റ്റോണും നമുക്ക് എന്തായിട്ട് പറയാം? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മഴത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 0.001 സെൻറ്റിമീറ്റർ ഈ മേഘത്തിലിരിക്കുന്ന ഒരു മേഘങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിലും താഴെയാണ്. ഇതേ ഇൻറ്റു 10 ലക്ഷം, അതാണ് 10 ലാക്കാണ് ഒരു മഴത്തുള്ളിയുടെ വലുപ്പം എന്ന് പറയുന്നത്. അപ്പോഴാണ് അങ്ങനെ ആ വലുപ്പത്തിലേക്ക് എത്തുമ്പോഴാണ് മഴയായിട്ട് പെയ്യുന്നത്. ഇനി മഴയായിട്ട് മാത്രമല്ല പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവാറുള്ളതെന്ന് പറഞ്ഞു, സ്നോഫോൾ ആയിട്ടും വരാം, ഹെയിൽ സ്റ്റോൺ ആയിട്ടൊക്കെ വരാമെന്നാണ്. എന്തുകൊണ്ടാണ്? ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് കൂടി, അപ്പോൾ എർത്ത് അട്രാക്റ്റ് ചെയ്യാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട്. ഇനി റെയിൻഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ കോമൺ ആൻഡ് ഫെമിലിയർ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. നമുക്ക് റെയിൻഫോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ? സാധാരണ മേഘങ്ങളിൽ നിന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന പോലെ മഴയായിട്ട് പെയ്യുന്നത് നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആണ്. അതായത് ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികളായിട്ട് ഈ മേഘങ്ങളിൽ നിന്ന് ഈ ചെറിയ മോയ്സ്ചർ കണ്ടൻറ്റുകൾ വെള്ളത്തുള്ളികളായിട്ട് മഴത്തുള്ളിയുടെ വലുപ്പത്തിൽ മഴയായിട്ട് പെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. എങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാൽ നമുക്കറിയാത്ത 2 സംഗതികളാണ് സ്നോഫോളും അതുപോലെ തന്നെ ഹെയിൽ സ്റ്റോണും എന്ന് പറയുന്നത്. ഇപ്പം മഴ നമുക്കെല്ലാവർക്കും അറിയുന്ന മേഘങ്ങളിൽ നിന്ന് ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മളുടെ സ്നോഫോൾ ഉണ്ട്, ഇവിടെ ഹെയിൽ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം സ്നോഫോൾ പറയാം. അപ്പോൾ സ്നോഫോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ഇൻ കോൾഡ് ക്ലൈമാറ്റിക് റീജിയൻസ് ആസ് വെൽ ആസ് ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ഡ്യൂറിങ് വിൻ്റർ. അതായത് സാധാരണ ഒരു 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴെ പോകുന്ന പ്രദേശങ്ങൾ എടുക്കുക. അതായത് ടെമ്പറേച്ചർ 0 ഡിഗ്രിയുടെ താഴോട്ടേക്ക് പോകുന്ന സ്ഥലങ്ങൾ, അവിടെ അതായത് സാധാരണ നമ്മൾ കോൾഡ് ക്ലൈമാറ്റിക് റീജിയൻസ്, വളരെ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻസിൽ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് പറയുമ്പോൾ ഒരു 66നും 70-80 ആ ഒരു ഏരിയയിൽ, അതായത് കുറച്ചും കൂടെ കോൾഡ് കുറച്ചധികം ഉണ്ടായിരിക്കും, കൂടുതലുണ്ടായിരിക്കും, എന്നാൽ ടെമ്പറേച്ചർ അത്രത്തോളം ഉണ്ടാവില്ല. കോൾഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ കോൾഡ് ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 0 ഡിഗ്രി എപ്പോഴും ക്ലൈമറ്റ് പോകുന്ന സ്ഥലങ്ങളാണ്. ടെമ്പറേറ്റ് റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ തണുപ്പായിരിക്കും അവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം, മറ്റടുത്ത് കംപ്ലീറ്റ് ആയിട്ട് തണുപ്പായിരിക്കും. എനിവേ 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴോട്ടേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ, അത് കോൾഡ് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ടെമ്പറേറ്റ് റീജിയൻസ് ആയിരിക്കാം, ഇവിടുത്തെ വിൻ്റർ സീസൺ നോക്കാം, ഇവിടുത്തെ മഞ്ഞുകാലം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ശൈത്യകാലം എടുത്തു കഴിഞ്ഞാൽ, തണുപ്പ് കാലം എടുത്തു കഴിഞ്ഞാൽ, അവിടെ ഇൻ സച്ച് പ്ലേസസ് പ്രസിപ്പിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. അവിടെ ഈ മേഘങ്ങളിൽ നിന്ന് താഴോട്ടേക്ക് റിലീസ് ചെയ്യുന്ന വെള്ളത്തുള്ളികൾ അത് എന്തായിട്ടായിരിക്കില്ല, അത് നമ്മൾ കാണുന്ന പോലെ റെയിൻ ഡ്രോപ്സ് ആയിട്ടായിരിക്കില്ല, വെള്ളത്തുള്ളിയായിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ടായിരിക്കില്ല വരിക, പകരം ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആയിട്ടാണ് വരിക. അതായത് ചെറിയ ഐസ് കട്ടകളായിട്ട്, ഐസിനെ ക്രിസ്റ്റൽസ് ആയിട്ട്, കണങ്ങളായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ താഴോട്ടേക്ക് പതിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ ഈസ് കോൾഡ് സ്നോഫോൾ. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്നോഫോൾ. അപ്പോൾ സ്നോഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതിന് പകരം ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് ഭൂമിയിലേക്ക് വരിക. അത് എവിടങ്ങളിലാണ് സാധാരണ വരാറുള്ളത്? 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ ടെമ്പറേച്ചർ പോകുന്ന സ്ഥലത്ത് കണ്ടൻസേഷൻ അധികമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലൗഡ് കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ. അപ്പോൾ ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ് ചെയ്തിട്ട് കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് ഈ പ്രസിപ്പിറ്റേഷൻ വരുന്നത് കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംസ് ഓഫ് കണ്ടൻസേഷനിൽ പെട്ടവരാണ്, ഒരു കണ്ടൻസേഷൻ്റെ ഫോമാണ്. ഈ ക്ലൗഡിനെ ഫോക്കസ് ചെയ്തിട്ട് കണ്ടൻസേഷൻ വീണ്ടും നടക്കുമ്പോഴാണ് പ്രസിപ്പിറ്റേഷനിലേക്ക് നടക്കുന്നത്. അതിലാണ് റെയിൻഫോൾ വരുന്നതും സ്നോഫോൾ വരുന്നതും ഹെയിൽ സ്റ്റോൺ വരുന്നതെന്ന് ആലോചിച്ച് വെക്കാം. പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് ഫോംസ് ഓഫ് കണ്ടൻസേഷനും ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാറുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ പോകുന്നത് നമ്മൾ ഫ്രോസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിലപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആയിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ സ്നോഫോൾ എന്നുള്ളത്
അത്തരത്തിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തെറ്റിക്കരുത്. എനിവേ സ്നോഫോൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻസേഷൻ ഫോമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. റെയിൻഫോൾ മറ്റൊരു ഫോമാണ്. മറ്റൊരു ഫോമാണ് ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെയിൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്ലൗഡിലിരിക്കുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ് ആർ സബ്ജക്റ്റഡ് ടു റിപ്പീറ്റഡ് കണ്ടൻസേഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അറ്റ്മോസ്ഫിയർ. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ക്ലൗഡ് ഇങ്ങനെ ഉണ്ട്. ക്ലൗഡിൽ നിന്ന് കണ്ടൻസേഷൻ കാരണം വെള്ളത്തുള്ളികൾ ഇങ്ങനെ കുറച്ചും കൂടെ ഭാരം കൂടി എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ ഒരു സർഫേസ് ഇതാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ ഓരോ സ്റ്റേജിലും ഓരോ സ്ഥലത്ത് അറ്റ്മോസ്ഫിയറിലെ പല സ്ഥലത്ത് വെച്ചിട്ട് ഇവയ്ക്ക് വീണ്ടും കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇതിൻ്റെ വലുപ്പം ഇങ്ങനെ കൂടും. ഓരോ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ, അറ്റ്മോസ്ഫിയറിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ വെച്ചിട്ട് ഇതിന് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ നടക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡിൽ നിന്ന് ഈ റെയിൻ ഡ്രോപ്സ് ആയിട്ട് അല്ലെങ്കിൽ വെള്ളത്തുള്ളി ആയിട്ട് അത് പുറത്തേക്ക് വരികയാണ്. പക്ഷേ അത് ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട്, അറ്റ്മോസ്ഫിയറിൽ തന്നെ വെച്ചിട്ട്, ഭൂമിയിലേക്ക് പതിച്ചിട്ടില്ല, അതിന് മുന്നേ തന്നെ അതിന് പല ലെയേഴ്സിൽ വെച്ചിട്ട്, അറ്റ്മോസ്ഫിയറിൻ്റെ പല ലെയേഴ്സിലും വെച്ചിട്ട് എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടൻസേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇങ്ങനെ കൂടി വരും. അങ്ങനെ സൈസ് കൂടിയിട്ട് അവസാനം ഭൂമിയിലേക്ക് ഇത് പതിക്കും. അപ്പം ക്ലൗഡിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഈ ടൈനി ഡ്രോപ്ലെറ്റ്സിന് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിൽ വെച്ചിട്ട് റിപ്പീറ്റഡ് കണ്ടൻസേഷൻ നടക്കുന്നതുകൊണ്ട്, അതിന് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കണ്ടൻസേഷൻ ഇതിൻ്റെ ഭൂമിയിൽ പതിക്കുന്നതിന് മുന്നേ ആയിട്ട് നടന്നതുകൊണ്ട് അത് എത്തുന്നത്, ഇറ്റ് റീച്ചസ് ദ എർത്ത് ഇൻ ദ ഫോം ഓഫ് ലെയേർഡ് ഐസ് പെല്ലറ്റ്സ്. പെല്ലറ്റ്സ് ആയിട്ടാണ്, ഐസ് കട്ടകളായിട്ടാണ്, മഞ്ഞ് കട്ടകൾ അല്ലെങ്കിൽ ഐസ് കട്ടകളായിട്ടാണ് അത് ഭൂമിയിൽ പതിക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെയിൽ സ്റ്റോൺസ് എന്ന് വിളിക്കുക. അപ്പോൾ ഹെയിൽ സ്റ്റോൺസ് കണ്ടില്ലേ, ഇത് സാധാരണ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ട് പുറത്തേക്ക് വരികയായിരുന്നു. പക്ഷേ അതിന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടൻസേഷൻ അറ്റ്മോസ്ഫിയറിൻ്റെ വിവിധ ലെയേഴ്സിൽ വെച്ച് നടന്നു. അപ്പോൾ അതിൻ്റെ സൈസ് കൂടി ഐസ് പെല്ലറ്റ്സ് ആയിട്ട് മാറി. അങ്ങനെ അത് ഭൂമിയിൽ പതിക്കുന്നു. ഇതാണ് ഹെയിൽ സ്റ്റോൺസ്. ശരിക്കും ഹെയിൽ സ്റ്റോൺസിൻ്റെ വലുപ്പം ഇതൊന്നുമല്ല, ശരിക്കും നല്ല സൈസുള്ള ഒന്നാണ്. ഇത് സാധാരണ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോട്ടിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. ഇതൊന്നുമല്ല സൈസ്, ശരിക്കും ഇതിനേക്കാൾ ഒരു സൈസൊക്കെ ഉണ്ടായിരിക്കും, ഒരു കൈയിനേക്കാൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലൊക്കെ ഉണ്ടായിരിക്കും. പലരുടെയും ആളുകളുടെ തലയിൽ ഇത് വീണിട്ട് ആളുകൾക്ക് സ്റ്റിച്ച് ഇടുകയും മരണം വരെ സംഭവിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സ്നോഫോളും ഹെയിൽ സ്റ്റോണും തമ്മിൽ മനസ്സിലാവും. ഇത് ഐസ് ക്രിസ്റ്റൽസ് ആണ്, ഇത് ഐസ് പെല്ലറ്റ്സ് ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് കണ്ടൻസേഷൻ്റെ കാരണത്താലാണ് ഐസ് പെല്ലറ്റ്സ് ആയിട്ട് മാറിയത്. 0 ഡിഗ്രിയിലും താഴെ ടെമ്പറേച്ചർ പോകുന്ന സ്ഥലത്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് പകരം ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറിയതാണ് സ്നോഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള ടൈപ്സ് ഓഫ് റെയിൻഫോൾ എന്ന് പറയുന്ന കാര്യത്തിൽ, റെയിൻഫോൾ ഒരു പ്രസിപ്പിറ്റേഷൻ ഫോമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പല തരത്തിലുള്ള റെയിൻഫോളുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോൾ. ഒന്ന് ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. അതിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്, റിലീഫ് റെയിൻഫോൾ എന്ന പേരിൽ വിളിക്കാറുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. ഈ കൺവെക്ഷണൽ റെയിൻഫോളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് 4 o'clock റെയിൻസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു റെയിൻഫോൾ ആണ് സൈക്ലനിക് റെയിൻഫോൾ. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രണ്ടൽ റെയിൻഫോൾ. അപ്പം നമുക്കിവിടെ 3 റെയിൻഫോൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെയിൻഫോളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നിനും ഒരു അധിക പേര് കൂടി, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരുകൾ കൂടി ഉണ്ട്. അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ, പിന്നെ കൺവെക്ഷണൽ റെയിൻഫോൾ, പിന്നെ സൈക്ലോണിക് റെയിൻഫോൾ. ഇതിന് ഓരോന്നിനും വേറെ പേരുകൾ കൂടിയുണ്ട്. ഓറോഗ്രാഫിക് റെയിൻഫോളിനെ നമ്മൾ റിലീഫ് റെയിൻഫോൾ എന്ന് വിളിക്കാറുണ്ട്. കൺവെക്ഷണൽ റെയിൻഫോളിനെ നമ്മൾ 4 o'clock റെയിൻസ് എന്ന് വിളിക്കാറുണ്ട്. സൈക്ലോണിക് റെയിൻഫോളിനെ നമ്മൾ ഫ്രണ്ടൽ റെയിൻഫോൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇവയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഓറോഗ്രാഫിക് അല്ലെങ്കിൽ റിലീഫ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു മൗണ്ടെയിൻ റീജിയനെ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെക്കുക, മൗണ്ടെയിനെ ആലോചിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് നമുക്ക് ചിത്രം നോക്കിയിട്ട് വിശദീകരിക്കാം. മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ഫ്രം ദ സീ എൻ്റർ ദ ലാൻഡ് ആൻഡ് വിൽ ബി റേസ്ഡ് അലോങ് ദ മൗണ്ടെയിൻ സ്ലോപ്സ്. This leads to condensation and formation of rain clouds along the windward slopes of mountains. Rainfall occurring in this manner is called orographic rainfall or
റിലീഫ് റെയിൻഫോൾ. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കടലിൽ നിന്ന്, സീയിൽ നിന്ന് മോയ്സ്ചർ ലാഡൻ ആയിട്ടുള്ള, അതായത് മാക്സിമം ഈ പറയുന്ന വെള്ളത്തെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു വിൻഡ് ഇങ്ങനെ മോയ്സ്ചർ ലാഡൻ ആയിട്ടുള്ള വെള്ളം അടങ്ങിയിട്ടുള്ള നീരാവി അല്ലെങ്കിൽ ഗ്യാസ് ഫോമിലുള്ള വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വിൻഡ് എന്ത് ചെയ്യാണ്, സീയിൽ നിന്ന് നേരെ ലാൻഡിലോട്ടേക്ക് എൻ്റർ ചെയ്യണം. അങ്ങനെ അത് ലാൻഡിലോട്ടേക്ക് എൻ്റർ ചെയ്തിട്ട് കരയിലേക്ക് കടന്നിട്ട് അതെന്ത് ചെയ്യാണ്, അത് മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ ഉയർന്നു പോകുന്നു. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് ചിത്രം ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മോയ്സ്ചർ കണ്ടന്റ് എടുത്തിട്ട് വിൻഡ് എന്ത് ചെയ്യാണ്, ഈ ലാൻഡിലെ ഈ മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ ഉയർന്ന് മേലോട്ടേക്ക് പോകുന്നു. അങ്ങനെ അതെന്ത് ചെയ്യാണ്, അത് കണ്ടൻസേഷന് വിധേയമാവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ വാട്ടർ കണ്ടൻറ്റ്, മോയ്സ്ചർ കണ്ടൻറ്റിന് എന്തുണ്ടാവും, കണ്ടൻസേഷൻ സംഭവിക്കും. അങ്ങനെ കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് അതിൽ കണ്ടൻസേഷൻ ഫോം ആയിട്ടുള്ള ഒരു ക്ലൗഡിനെ അവിടെ ഉണ്ടാക്കി, മഴമേഘത്തെ അതവിടെ ഉണ്ടാക്കി, റെയിൻ ക്ലൗഡിനെ അവിടെ ഉണ്ടാക്കി. ഈ റെയിൻ ക്ലൗഡിൽ പിന്നീട് എന്ത് സംഭവിക്കുകയാണ്, ആ റെയിൻ ക്ലൗഡിൽ നിന്ന് അത് വാട്ടർ എന്ത് ചെയ്യാണ്, പിന്നീട് പ്രസിപ്പിറ്റേഷനായിട്ട്, റെയിൻഫോൾ ആയിട്ട് ഈ പറയുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യുന്നു, പെയ്തിറങ്ങുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, കടലിൽ നിന്ന് വെള്ളത്തെ എടുത്തുകൊണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിളായുള്ള മോയ്സ്ചറിനെ എടുത്തുകൊണ്ട് വിൻഡ് മൗണ്ടെയിൻ സ്ലോപ്പിലൂടെ മേലേക്ക് പോയി. അങ്ങനെ മേലോട്ടേക്ക് പോയിട്ടുള്ള ആ മോയ്സ്ചർ എന്ത് ചെയ്തു, അവിടെ ക്ലൗഡ് ഉണ്ടാക്കി. അങ്ങനെ ക്ലൗഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലൗഡിൽ നിന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് തിരിച്ച് അതേ വെള്ളം തന്നെ എന്താണ്, നമുക്ക് കാണാൻ പറ്റുന്ന റെയിൻഫോൾ ആയിട്ട്, മഴത്തുള്ളികളായിട്ട് എന്ത് ചെയ്യാണ്, അവിടേക്ക് തന്നെ പെയ്തിറങ്ങുന്നു. മനസ്സിലായോ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ ചിത്രം കണ്ടപ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. While the windward slopes of mountains get plenty of rainfall, the descending dry air makes the leeward side rainless. Such regions are called rain shadow regions. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ വിൻഡ് ഇങ്ങനെ മോയ്സ്ചർ ലാഡൻ ആയിട്ടുള്ള വിൻഡ് മേലോട്ടേക്ക് പോയി, ഇവിടെ ക്ലൗഡ് ഉണ്ടാക്കി, ഇവിടെ എന്ത് ചെയ്തു, മഴയായിട്ട് തന്നെ തിരിച്ചിറങ്ങി എന്ന് നമ്മൾ പറഞ്ഞു, മഴയായിട്ട് തിരിച്ചിറങ്ങി എന്ന് പറഞ്ഞു. ഈ സമയം ഈ വിൻഡ് ഇവിടെയാണല്ലോ ഈ പറയുന്ന മോയ്സ്ചർ കൊടുത്തിട്ട് ക്ലൗഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ വേറെ ഒരു പാൻ എടുത്തിട്ട് കഥ, ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വിൻഡ് എത്തുന്നത് ഡ്രൈ ആയിട്ടാണ്. കാര്യം ഇവിടുത്തെ മോയ്സ്ചറല്ല ഇവിടെ മേലേക്ക് പോയി ക്ലൗഡ് ഉണ്ടാക്കി. തിരിച്ചിറങ്ങുന്ന വിൻഡ് എന്താണ്, ഡ്രൈ ആയിട്ടാണ്, വരണ്ടതായിട്ടാണ്, മോയ്സ്ചർ കണ്ടൻറ്റ് ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് മൗണ്ടെയിൻ്റെ ഈ സ്ലോപ്പിലോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഈ വിൻഡ് വോർഡ്, അതായത് കാറ്റ് വന്ന ആ സൈഡിൽ തന്നെയാണ് ക്ലൗഡ് ഉണ്ടായതും അവിടെ തന്നെയാണ് മഴയും പെയ്തത്. ഇപ്പുറത്തെ സൈഡിലേക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് മഴ കിട്ടാത്ത ഡ്രൈ വിൻഡ് ഇറങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഈ മഴ കിട്ടാത്ത ഈ ഓപ്പോസിറ്റ് സൈഡ് അറിയപ്പെടുന്ന പേര്, മൗണ്ടെയിൻ്റെ ആ അപ്പുറത്തെ ലീവാർഡ് സൈഡ് അറിയപ്പെടുന്ന പേര് എന്താണ്, റെയിൻലെസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വിൻഡ്വാർഡ് സൈഡിലാണ്, കാറ്റ് വന്ന സൈഡിലാണ് മഴ ഉള്ളത്. അപ്പോൾ കാറ്റ് എന്താണ്, മഴ ഇട്ടല്ലാതെ ഇങ്ങോട്ടേക്ക് പോയ സ്ഥലം, അതായത് ഈ മോയ്സ്ചർ ഒഴിവാക്കിയിട്ട് താഴ്ന്നിറങ്ങി, അല്ലെങ്കിൽ നമുക്ക് ലീവാർഡ് എന്ന് പറയുമ്പോൾ വിൻഡ് ഇറങ്ങാത്ത സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം, വിൻഡ് എത്താത്ത സ്ഥലം, വിൻഡ് പോവാത്ത സ്ഥലം, അത് ഈ ഭാഗമാണ് അല്ലേ. ഈ ഭാഗത്ത് ലീവാർഡ് സൈഡിൽ, വിൻവാർഡ് സൈഡിൽ മഴ പെയ്തു, ലീവാർഡ് സൈഡിൽ എന്തായിരിക്കും, റെയിൻലെസ് ആണ്, മഴ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നമുക്ക് റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിളിക്കാം. റെയിൻ ഷാഡോ റീജിയൻസ്, അതായത് മഴ നിഴൽ പ്രദേശങ്ങൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം മൗണ്ടെയിൻ്റെ ഈ സൈഡ് റെയിൻ കിട്ടിയ സ്ഥലം, ഇത് റെയിൻ ഷാഡോ റീജിയൻസ്. ഇനി അടുത്തതാണ് കൺവെക്ഷണൽ റെയിൻഫോൾ. കൺവെക്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? കൺവെക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വളരെയധികം ചൂട് ഉള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല വാട്ടർ ബോഡീസും കൂടി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ചൂട് വായു എയർ ചൂട് തട്ടിക്കഴിഞ്ഞാൽ മേലോട്ടേക്ക് എക്സ്പാൻഡഡ് ആയി റൈസസ് അപ്പ് ചെയ്യുന്നത് പോലെ വാട്ടറും എന്ത് ചെയ്യും, വാട്ടർ ബോഡീസിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഫോമിലേക്ക് മോയ്സ്ചറായിട്ട് മേലോട്ടേക്ക് പോകും. ഇങ്ങനെ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. അപ്പോൾ
നമ്മൾ പറയുന്ന നമുക്കിത് നോക്കി നോക്കാം. ഹാവ് യു നോട്ടീസ് ദ ഒക്കറൻസ് ഓഫ് ആഫ്റ്റർനൂൺ റെയിൻസ് ഡ്യൂറിങ് സമ്മർ സീസൺ? വേനൽക്കാലത്ത് ഉച്ചയ്ക്ക് ശേഷം മഴ നിങ്ങൾ കാണാറില്ലേ? വേനലാണ്, പക്ഷെ മഴ പെയ്യാറുണ്ട് ഉച്ചയ്ക്ക് ശേഷം. അതിൻ്റെ കാരണമാണ് ദിസ് ഈസ് ഡ്യൂ ടു കൺവെക്ഷൻ പ്രോസസ്സ്. ഇത് സംഭവിക്കുന്നത് കൺവെക്ഷൻ പ്രോസസ്സിലൂടെയാണ്. ഇങ്ങനെ കൺവെക്ഷൻ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന റെയിൻഫോൾ ഒക്കറിൻ ഇൻ ദിസ് മാനർ ആർ കോൾഡ് കൺവെക്ഷണൽ റെയിൻഫോൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചിത്രം നോക്കി നോക്കൂ. രാവിലെ ചൂട് അല്ലെങ്കിൽ പകൽ സമയം ചൂട് വരുന്നു. ചൂട് തട്ടിയപ്പോൾ അവിടെ നല്ല എന്തുണ്ട്, വാട്ടർ ബോഡീസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ വാട്ടർ ബോഡീസിൽ നിന്ന് ഈ സാധാരണ ചൂട് തട്ടിക്കഴിഞ്ഞാൽ എയർ മേലോട്ടേക്ക് പോകുന്ന പോലെ തന്നെ വാട്ടർ ബോഡീസിൽ നിന്ന് ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പോകുന്നു. ഈ പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. അങ്ങനെ കൺവെക്ഷൻ്റെ ഭാഗമായിട്ട് മേലോട്ടേക്ക് പോയ ഈ വാട്ടർ മോയ്സ്ചർ എന്ത് ചെയ്യാണ്, മേലെ പോയിട്ട് മേഘങ്ങൾ, ക്ലൗഡ് ഉണ്ടാക്കുന്നു. കണ്ടൻസേഷന് വിധേയമായിട്ട് അവിടെ ക്ലൗഡ് ഉണ്ടാക്കുന്നു. ആ ക്ലൗഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, തിരിച്ച് ആ ഭാഗത്തേക്ക് തന്നെ മഴ തിരിച്ചിറങ്ങുന്നു. അപ്പോൾ എവിടെ നിന്നാണോ ഇത് പോയത് അവിടേക്ക് തന്നെ അത് അതിൻ്റെ മേലെ മേഘം ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചിറങ്ങുന്നു. അതായത് പകൽ സമയം ആണ് ഇത് ചൂടായതിന് ശേഷമാണ് ഇതൊക്കെ പോകുന്നത്. ഇനി അത് കുറച്ചും കൂടെ ഒരു വെയിലിൻ്റെ അല്ലെങ്കിൽ ചൂടിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴാണ് ഈ പോയ ഇതെല്ലാം കൂടി പകൽ നല്ല ചൂടത്ത് ഇങ്ങനെ ഉച്ചൻ്റെ മുമ്പ് നല്ല ചൂടിൽ ഇങ്ങനെ ഇത് മേലോട്ടേക്ക് പോകും. ഉച്ചയ്ക്ക് ശേഷം വെയിലാറി തുടങ്ങുന്ന സമയത്ത് ഇതെല്ലാം കണ്ടൻസേഷന് വിധേയമായിട്ട് മേഘങ്ങൾ ഉണ്ടാക്കിയിട്ട് കണ്ടൻസേഷന് വിധേയമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇത് തിരിച്ചിറങ്ങും. അപ്പോൾ ഇതാണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് കൺവെക്ഷണൽ റെയിൻഫോൾ ഈസ് ഡയണൽ ഫിനോമിനൻ. എല്ലാ ദിവസവും ഇക്വറ്റോറിയൽ റീജിയനിൽ എന്തുണ്ടാവാറുണ്ട്, ഉച്ചയ്ക്ക് ശേഷം സ്ഥിരമായിട്ട് മഴ ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും. അതെന്തുകൊണ്ടാണ്? ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഭൂമിയിൽ കിട്ടുന്ന സ്ഥലമാണ്. മാത്രമല്ല അവിടെ അത്യാവശ്യം നല്ല വാട്ടർ ബോഡീസും ഉണ്ട്. അപ്പോൾ ഇതിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, വാട്ടർ മോയ്സ്ചർ മേലോട്ടേക്ക് പോകുന്നു, ക്ലൗഡ് ഉണ്ടാക്കുന്നു. ചൂടാറുമ്പോഴത്തേക്ക് ഉച്ചയാകുമ്പോഴത്തേന് ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് മഴ തന്നെ തിരിച്ച് പെയ്യുന്നു. ഇങ്ങനെ പെയ്യുന്ന മഴയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ. ഇനി അത്യാവശ്യം നല്ല വാട്ടർ ബോഡീസ് ഉണ്ട്, എന്നാൽ ടെമ്പറേച്ചർ അധികം ഇല്ലെങ്കിലോ കൺവെക്ഷണൽ റെയിൻഫോൾ നടക്കുമോ? ഉണ്ടാവില്ല. ഇനി നല്ല ചൂടുണ്ട്, എന്നാൽ വാട്ടർ ബോഡീസ് കുറവാണ്, അവിടെ കൺവെക്ഷണൽ റെയിൻഫോൾ നടക്കുമോ? അതും നടക്കില്ല. ഇപ്പോൾ നമ്മുടെ മരുഭൂമിയിലൊക്കെ കൺവെക്ഷൻ നടക്കുമോ? നല്ല ചൂടുണ്ടല്ലോ, എന്നിട്ടും കൺവെക്ഷൻ നടക്കില്ലല്ലോ. കാര്യം എന്താണ്? കൺവെക്ഷണൽ റെയിൻഫോൾ വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് എന്താണ് നമ്മുടെ വാട്ടർ ബോഡീസ് ഉണ്ടായിരിക്കണം. മറ്റൊന്ന് അവിടെ നല്ലോണം ചൂടും ലഭിക്കും. ടെമ്പറേച്ചറും ഹൈ ആയിരിക്കണം, വാട്ടർ ബോഡീസും അവിടെ ഉണ്ടായിരിക്കണം. ഇതിനെയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ഈ കൺവെക്ഷണൽ റെയിൻഫോൾ ഞാൻ പറഞ്ഞു, രാവിലെ അല്ലെങ്കിൽ പകൽ സമയം ഒരു ഉച്ച വരെയൊക്കെ നല്ല ചൂടായിരിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംഭവിക്കുക അല്ലേ? അപ്പോൾ ഏകദേശം ഇത് ചൂട് തട്ടി വാട്ടർ ബോഡീസിൽ നിന്ന് ഇത് മേലേട്ടേക്ക് വെള്ളം പോയി അവിടെ ക്ലൗഡ് ഉണ്ടാക്കി തിരിച്ച് അവിടെ പെയ്തിറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം ഒരു വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മഴയായിട്ട് അത് എത്തുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് കൺവെക്ഷണൽ റെയിൻഫോളിന് നമ്മൾ 4 o'clock റെയിൻഫോൾസ്, 4 മണി മഴ എന്ന, ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന മഴ എന്ന അർത്ഥത്തിൽ 4 മണി മഴ എന്ന പേരിൽ കൂടി വിളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ആസ് ദ കൺവെക്ഷണൽ റെയിൻഫോൾ കോമൺലി ഒക്കേഴ്സ് ഡ്യൂറിങ് ആഫ്റ്റർനൂൺസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് 4 o'clock റെയിൻസ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അപ്പോൾ 2 ടൈപ്പ് മഴകൾ നമ്മൾ പഠിച്ചു, റെയിൻഫോൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈക്ലണിക് റെയിൻഫോളാണ്. സൈക്ലണിക് റെയിൻഫോൾ ഞാൻ സൈക്ലൺസ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൈക്ലൺസിൻ്റെ കൂടെ മഴ കൂടി, ഇടിയോട് കൂടിയ മഴ കൂടി ഉണ്ടാവാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സൈക്ലൺ എന്ന് ഓർമ്മയുണ്ടോ? സൈക്ലൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് ലോ പ്രഷറും സറൗണ്ടിങ് റീജിയനിൽ ഹൈ പ്രഷറും ഫോം ചെയ്യുന്നു. അപ്പോൾ ഹൈ പ്രഷർ ഉള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ള ഈ ഉൾഭാഗത്തേക്ക്, ഇൻറ്റീരിയർ പാർട്ടിലോട്ടേക്ക് വിൻഡ് എന്ത് ചെയ്യാണ്, ഈ വേൾ ചെയ്തിട്ട് ചുഴറ്റി വരികയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫോം ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും. അപ്പം ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടേക്ക് വിൻഡ്, ഒരു സ്ഥലത്ത് ലോ പ്രഷറും ചുറ്റിലും ഹൈ പ്രഷർ ആയിരിക്കും. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടേക്ക് വിൻഡ് ഇങ്ങനെ ചുഴറ്റി വേൾ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഈ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഹൈ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് കോൾഡ് എയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലോ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാം എയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ചൂട് തട്ടിക്കഴിഞ്ഞാൽ
വായു എല്ലാം മേലോട്ടേക്ക്, എയറെല്ലാം മേലോട്ടേക്ക് പോകുന്നു. അവിടെ വേണ്ടത്ര വെയിറ്റ് കൊടുക്കാൻ എയറില്ല, അതുകൊണ്ട് പ്രഷർ കുറയും. അങ്ങനെയാണ് ലോ പ്രഷർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാം എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൂട് ഉള്ള സ്ഥലത്തെയാണ് വാം എയർ ഉണ്ടാവുക. കോൾഡ് എയർ എന്താണ്, ഹൈ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുതലുള്ള സ്ഥലമായിരിക്കും, അതായത് ചൂട് കുറവുള്ള സ്ഥലമായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, ഈ പറയുന്ന കോൾഡ് എയർ ആയിരിക്കും അധികം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ഇതിൻ്റെ ഭാഗമായിട്ട്, അതും കൂടെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് മനസ്സിലാവുള്ളൂ. നമുക്ക് കോൾഡ് എയറും അതുപോലെ തന്നെ വാം എയറും കൂടെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ എന്താ പറയുക, കൺവേർജ് ചെയ്യുന്ന, കൂടിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഫ്രണ്ട് എന്നാണ് വിളിക്കുക. അതിനെ വിളിക്കുന്ന പേര് ഫ്രണ്ട് എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ കോൾഡ് എയർ ഉണ്ട്, കോൾഡ് എയർ. ഇവിടെ വാം എയർ ഉണ്ട്. ഈ കോൾഡ് എയറും വാം എയറും കൂടെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൺവേർജ് ചെയ്യുന്ന, സംഗമിക്കുന്ന ആ ഒരു സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ടൽ റീജിയൻ എന്നൊക്കെ പറയും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, കോൾഡ് എയറിന് വെയിറ്റ് കൂടുതലാണ്, വാം എയറിന് വെയിറ്റ് കുറവാണ്. അപ്പോൾ കോൾഡ് എയറിന് വെയിറ്റ് കൂടുതലും വാം എയറിന് വെയിറ്റ് കുറവുമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കോൾഡ് എയറും വാം എയറും കൂടെ ഈ ഫ്രണ്ടൽ റീജിയനിൽ വെച്ചിട്ട്, അതായത് ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറഞ്ഞ വാം എയർ അത് മേലോട്ടേക്ക് പോകും. കമ്പാരിറ്റീവ്ലി വെയിറ്റ് കുറഞ്ഞ വാം എയർ അതെന്ത് ചെയ്യും, അത് മേലോട്ടേക്ക് പോകും. ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ സൈക്ലോണിക് റെയിൻഫോളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇൻ സൈക്ലോണിക് സിസ്റ്റംസ് വേർ വാം ആൻഡ് കോൾഡ് എയർ മീറ്റ്, ദ വാം എയർ വിൽ ബി റേസ്ഡ് അപ്പ് ടു കോസ് കണ്ടൻസേഷൻ ആൻഡ് റെയിൻഫോൾ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ സൈക്ലോണിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ വാം എയറും ഉണ്ട്, അതുപോലെ തന്നെ കോൾഡ് എയറും ഉണ്ട്. ഹൈ പ്രഷറുണ്ട്, ലോ പ്രഷറുണ്ടല്ലോ. ഹൈ പ്രഷറിനല്ലേ നമ്മൾ കോൾഡ് എയർ എന്ന് പറയുന്നത്, ലോ പ്രഷറിനല്ലേ നമ്മൾ വാം എയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കോൾഡ് എയർ ഇവിടുന്ന് വരുന്നു, വാം എയർ ഇതാ ഇവിടുന്ന് വരികയാണ്, വാം എയർ ഇങ്ങനെ വരികയാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലം ഫ്രണ്ട്, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇത് ഹൈ പ്രഷർ, ഇത് ലോ പ്രഷർ, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നു. എവിടെ വെച്ചിട്ട്, ഈ പറയുന്ന ഫ്രണ്ടൽ റീജിയനിൽ വെച്ചിട്ട്. അപ്പം ഭാരം കുറവുള്ള, വെയിറ്റ് കുറഞ്ഞിട്ടുള്ള വാം എയർ എന്ത് ചെയ്യണം, ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഫ്രണ്ടൽ റീജിയനിൽ നിന്ന് മേലോട്ടേക്ക് പോകും. വാം എയർ മേലോട്ടേക്ക് പോയി. ഇത് സൈക്ലനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂഷ്വലി സൈക്ലൻസ് സംഭവിക്കാറുള്ളത് എവിടെയാണ്, സീയുടെ മേലെയാണ്, കടലിൻ്റെ മേലെയാണ്. സ്വാഭാവികമായിട്ടും ഈ വാം എയർ മേലോട്ടേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്, മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള, കടലിൽ നിന്നുള്ള വാം എയറാണ് മേലോട്ടേക്ക് പോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കടലിൽ നിന്ന് പോകുന്നതുകൊണ്ട് കടലിൽ വെള്ളമുണ്ട്. അപ്പോൾ കടലിലുള്ള വെള്ളം കൊണ്ട് കൂടിയിട്ടാണ് ഇത് മേലോട്ടേക്ക് പോയത്. അങ്ങനെ ഇത് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിടെ എന്തുണ്ടാക്കും, ക്ലൗഡ് ഉണ്ടാക്കും. വാം എയർ, മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള വാം എയറാണ് മേലോട്ട് പോയിട്ടുള്ളത്, വെറും വാം എയർ അല്ല, കടലിൽ നിന്ന് പോയ വാം എയറാണ്. സ്വാഭാവികമായിട്ടും അതെന്തുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, കണ്ടൻസേഷൻ നടത്തിയിട്ട് അതവിടെ ക്ലൗഡിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ക്ലൗഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുമ്പോൾ ക്ലൗഡിൽ നിന്ന് പിന്നെ ആ ഭാഗത്തേക്ക് മഴ കൂടി വരുന്നു. അപ്പം സൈക്ലിൻ്റെ കൂടെ മഴ വരാനുള്ള കാരണം ഇതാണ്. ഓക്കെ, സൈക്ലിൻ്റെ കൂടെ മഴ വരാനുള്ള കാരണം ഇതാണ്. ഇത് ചുഴറ്റിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. സൈക്ലണിക് സിസ്റ്റത്തിനകത്ത് വാം എയറും ഉണ്ട്, കോൾഡ് എയറും ഉണ്ട് അല്ലേ. അതായത് ഒരു സ്ഥലത്ത് വാം എയർ, അതിൻ്റെ സറൗണ്ടിങ് റീജിയനിൽ എന്ത് പ്രഷറാണ്, ഹൈ പ്രഷർ, അതായത് കോൾഡ് എയർ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യും. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ടൽ റീജിയൻ എന്ന് പറയും. അപ്പം കമ്പാരിറ്റീവ്ലി വാം എയറിന് എന്താണ്, കോൾഡ് എയറിനേക്കാളും എന്ത് കുറവാണ്, വെയിറ്റ് കുറവാണ്. അപ്പോൾ ഈ മീറ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് ഈ ലോ പ്രഷർ അഥവാ ഈ വാം എയർ മേലോട്ടേക്ക് പോകുന്നു. മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, റൈസപ്പ് ചെയ്തു. അതിലെന്തുണ്ടായിരുന്നു, കടലിൽ നിന്നായതുകൊണ്ട്, സൈക്ലൺസ് പൊതുവേ കടലിലാണ്. അപ്പോൾ കടലിൽ നിന്നായതുകൊണ്ട് മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടായിരുന്നു. അതവിടെ പോയിട്ട് എന്തുണ്ടാക്കി, ക്ലൗഡ് ഉണ്ടാക്കി. ക്ലൗഡിൽ നിന്ന് കണ്ടൻസേഷൻ വഴി ക്ലൗഡ് ഉണ്ടാക്കി. കണ്ടൻസേഷൻ അധികമായപ്പോൾ ക്ലൗഡിൽ നിന്ന് മഴയായിട്ട് അതിൻ്റെ കൂടെ തന്നെ വന്നു. അപ്പോൾ ഇതാണ് സൈക്ലിൻ്റെ കൂടെ മഴ ഉണ്ടാവാനുള്ള കാരണം. ഇങ്ങനെ വരുന്ന റെയിൻഫോളിനെ വിളിക്കുന്ന പേരാണ് സൈക്ലണിക് റെയിൻഫോൾ. ആസ് ദ ബൗണ്ടറി ലൈൻസ് ബിറ്റ്വീൻ വാം ആൻഡ് കോൾഡ് എയർ മാസസ് ആർ നോൺ ആസ് ഫ്രണ്ട്.
ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ആർ ഓൾസോ കോൾഡ് ഫ്രണ്ടൽ റെയിൻഫോൾ. ഈ പറയുന്ന വാമേറും അതുപോലെ തന്നെ കോൾഡെയറും കൂടെ ഈ മീറ്റ് ചെയ്യുന്ന ആ ബൗണ്ടറിയെ വിളിച്ച പേര് ഫ്രണ്ട് എന്നാണ്. ആ ഫ്രണ്ടൽ റീജിയനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന വാമേർ മേലോട്ടേക്ക് പോയതും ക്ലൗഡ് ഉണ്ടാക്കിയതും മഴയായിട്ട് തിരിച്ചിറങ്ങിയതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ സൈക്ലണിക് റെയിൻഫോളിനെ നമുക്ക് ഫ്രണ്ടൽ റെയിൻഫോൾ എന്ന പേരിൽ കൂടി വിളിക്കാം. ഫ്രണ്ടൽ റെയിൻഫോൾ എന്ന പേരിൽ കൂടി വിളിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ ടൊറൻഷ്യൽ റെയിനും ക്ലൗഡ് ബേസ്ഡും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് സാധാരണ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ഒറ്റയടിക്ക് കുറേ ദീർഘമഴ പെയ്യുമ്പോഴാണ് നമ്മളവിടെ ക്ലൗഡ് ബേസ്റ്റ് സംഭവിക്കുക. ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ടൊറൻഷ്യൽ റെയിൻഫോൾ, അതായത് അതിതീവ്ര മഴ ഉണ്ടാകും. നിങ്ങൾ പത്രത്തിലൊക്കെ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് വലിയ അളവിൽ വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്ലഡും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മണ്ണൊലിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ ഈ കവളപ്പാറയിലും പുത്തുമലയിലും അതുപോലെ തന്നെ ചൂരൽമല, മുണ്ടക്കായി ഇവിടങ്ങളിലൊക്കെ വലിയ ഒരു നാട് മുഴുവൻ ഇല്ലാതായൊരു കാര്യം നമുക്കറിയാം അല്ലേ. ഏറ്റവും സങ്കടകരമായൊരു കാര്യം നമുക്ക് വയനാട്ടിലൊക്കെ നടന്നത്, എത്രയോ ജീവിതങ്ങൾ ഇല്ലാതായതാണ്. അതിനൊക്കെ പ്രധാനമായിട്ടും കാരണം എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്റ്റ്, ഈ മലകളുടെ മേലേക്ക് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുകയാണ്. അതായത് സാധാരണയിലും കൂടുതൽ, ഒരു മണിക്കൂറിലൊന്നും 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയൊന്നും പെയ്യില്ല, അത് ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ടൊറൻഷ്യൽ റെയിൻ, അതിതീവ്ര മഴ കാരണം ഈ മലയുടെ മേലേക്കുള്ള ഈ മലയൊക്കെ എന്ത് ചെയ്യണം, എല്ലാം കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണ്. സാധാരണ രീതിയിൽ ഈ മനുഷ്യൻ്റെ ആന്ത്രോപ്പജനിക് ആയിട്ടുള്ള ഈ കോറി പോലെയുള്ള സാധനങ്ങളിലൊക്കെ ഈ മനുഷ്യവിഭവങ്ങൾ, മനുഷ്യർ ഈ പറയുന്ന വനവിഭവങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്യുമ്പം, നമ്മുടെ എൻവയോൺമെൻറ്റൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വളരെ ഇളകി നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് ഈ അതിതീവ്ര മഴ വരുന്നത്, അപ്പോഴാണ് ഇത് കുത്തലിച്ച് താഴോട്ടേക്ക് വരുന്നത്. അതൊരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. അതപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാവും അതുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററും നാലാമത്തെ ചാപ്റ്ററും എക്സാമിന് മുന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എനിവേ, താങ്ക് യു സോ മച്ച്.